എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ 6ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സെപ്റ്റംബറിൽ നടക്കുന്ന ഈ ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് ഫസ്റ്റ്. The physical deformity in which the abnormal forward curvature of the upper spine is named as lordosis, scoliosis, kyphosis, flat foot. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ് ലോഡോസിസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് കർവേച്ചർ ഇൻ ദ ലോവർ ബാക്ക് ഓഫ് ദ സ്പൈൻ ഓഫ് ലംബാർ റീജിയൻ. ഇതാണ് ലോഡോസിസ്. പിന്നെ സ്കോളിയോസിസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അബ്നോർമൽ സ്പൈൻ ട്വിസ്റ്റ് ആൻഡ് കർവ്സ് ഓൺ വൺ സൈഡ് ആൻഡ് ടിൽറ്റിംഗ് ഓഫ് ദ ഷോൾഡർ ടുവേർഡ്സ് ദ അതർ സൈഡ്. ഇനി വേറെ ഒന്നാണ് പറഞ്ഞിരുന്നത് കൈഫോസിസ് ആൻഡ് അബ്നോർമൽ ഫോർവേഡ് കർവേച്ചർ ഓഫ് ദ അപ്പർ സ്പൈൻ. ഓക്കെ, അപ്പോൾ 3 തരമാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്തായിരിക്കും. അപ്പോൾ ആൻസർ എന്താണ്? കോർഫോസിസ് ആണ് അല്ലേ? ആൻസർ ഏതാണ്? കോർഫോസിസ് ആണ്. ഇനി അടുത്തത് നെയിം ദ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വിച്ച് ഇൻവോൾവ്സ് എ പ്രോഗ്രസീവ് അക്വിസിഷൻ ഓഫ് വേരിയസ് സോഷ്യൽ ഇമോഷണൽ മെൻ്റൽ എബിലിറ്റീസ് ത്രൂ വിച്ച് മെച്യൂരിറ്റി ഗെയിൻഡ് ഗുഡ് ഹെൽത്ത് ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ന്യൂട്രീഷൻ. ഡെവലപ്മെൻറ്റ് ആണ്. എന്താണ് ഡെവലപ്മെൻറ്റ്? ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഹൂ സർവൈവ്ഡ് ദ ഡിസേബിലിറ്റീസ് ത്രൂ സിസ്റ്റമാറ്റിക് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അഞ്ജു, ബോബി ജോർജ്, മിഥിൻ രാജ്, വിൽമ റുഡോൾഫ്, സാനിയ മിർസ. അപ്പോൾ വിൽമ റുഡോൾഫാണ് കറക്റ്റ് ആൻസർ. നെയിം ദ സയൻറ്റിഫിക് ഡിവൈസസ് യൂസ്ഡ് ടു മെഷർ ഹൈറ്റ്. ഹൈറ്റ് മെഷർ ചെയ്യാനുള്ള ഉപകരണം സ്റ്റേഡിയോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ, വെയ്യിങ് മെഷീൻ. ഏതാണ്? സ്റ്റേഡിയോമീറ്റർ ആണ്. ഓക്കെ, ബാരോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം അളക്കാനാണ്. തെർമോമീറ്റർ ശരീരത്തിലെ ചൂട്. ഓക്കെ, ദ പാർട്ട് ഓഫ് ദ അവർ ബോഡി ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഗ്രോത്ത് ഫ്രം ബർത്ത് ടു ഡെത്ത്. ജനനം മുതൽ മരണം വരെ നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് ഉണ്ടാവാത്ത ഒരേ ഒരു സാധനം എന്താണ്? ഐബോൾ, സ്കിൻ, ഇയർ, നോസ്. ഏതാണ്? ഐബോളാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ലോഡോസിസ്, സോളോസിസ്, കൈഫോസിസ് ഒക്കെ നിങ്ങൾക്കറിയാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഗുഡ് പോസ്റ്റർ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേർ ദ ഇൻഡിവിജ്വൽ ക്യാരീസ് ഹിംസെൽഫ് പൊസിഷൻ. അതിനെയാണ് ഗുഡ് പോസ്റ്റർ എന്ന് പറയുന്നത്. പോസ്റ്റർ ഡിഫോമിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അബ്നോർമൽ കർവേച്ചർ ഓഫ് സ്പെൻഡ് ഓഫ് ദ ഇംപ്രോപ്പർ അലൈൻമെൻറ്റ് ഓഫ് ബോഡി പാർട്സ്. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഡിഫൈൻ എ ഗുഡ് പോസ്റ്റർ. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. ഡിഫൈൻ എ ഗുഡ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേർ ദ ഇൻഡിവിജ്വൽ ക്യാരീസ് ഹിംസെൽഫ് ഇൻ എ ഗുഡ് പൊസിഷൻ. അതിനെയാണ് ഗുഡ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ഫിസിക്കൽ മാനേഴ്സ് ഈസ് എസെൻഷ്യൽ ഫോർ എ ഗുഡ് വാക്കിംഗ് പോസ്റ്റർ. അപ്പോൾ ഗുഡ് വാക്കിംഗ് പോസ്റ്ററിന് എന്തൊക്കെ ആണ് വേണ്ടതെന്ന്. അപ്പം ഗുഡ് വാക്കിംഗ് പോസ്റ്ററിന് എന്തെല്ലാം വേണ്ടത്? Good posture means standing or sitting up straight with your body in straight line. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഗുഡ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡെയിലി. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡെയിലി ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ടു ഗെയിൻ ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടും. ആക്സിലറേറ്റർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ക്യാൻ റീറ്റെയിൻ ഗുഡ് പോസ്റ്റർ, ക്യാൻ അവോയ്ഡ് പോസ്റ്റർ ഡിഫോമിറ്റി. ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഡിഫൈൻ ഗ്രോത്ത്. ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്യാൻ അതും ഇവിടെ ഉണ്ട്. ഗ്രോത്ത് റെഫേഴ്സ് ടു എ ചേഞ്ച് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ വെയ്റ്റ് ഓഫ് ദ ബോഡി. അതാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ഗ്രോത്ത് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് ഇൻക്രീസ് ടു ദ വെയ്റ്റ് ഓഫ് ദ ബോഡി. അതേപോലെ ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷനും ഉണ്ട്. ഈസ് ദ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വിച്ച് ഇൻവോൾവ്സ് എ പ്രോഗ്രസീവ് അക്വിസിഷൻ ഓഫ് വേരിയസ് സോഷ്യൽ ഇമോഷണൽ ആൻഡ് മെൻ്റൽ എബിലിറ്റീസ് ദെർബൈ ഗെയിനിങ് മെച്യൂരിറ്റി. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രൂ ഓർ ഫോൾസ് എന്ന് പറയണം. എക്സസൈസ് ഈസ് എ സൊല്യൂഷൻ ഫോർ ഓൾ പോസ്റ്റർ ഡിഫോമിറ്റീസ്. ശരിയല്ല. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം The feet should be kept apart proportion in the shoulder width while standing. അത് ട്രൂ ആണ്. ഇനി അടുത്തത് വാട്ട് ആർ ദ വേരിയസ് പോസ്റ്റൽ ഡിഫോമിറ്റീസ് എക്സ്പ്ലെയിൻ.
What are the factors that influence the growth and development? Complete the word web below. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ജനറ്റിക് എഫക്റ്റ് ചെയ്യും, ഹെറിഡിറ്ററി എഫക്റ്റ് ചെയ്യും, ലൈഫ് സ്റ്റൈൽ എഫക്റ്റ് ചെയ്യും. അതൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? സെലക്ട് ദ പീസ് ഓഫ് ആർട്ട് മെയ്ഡ് ബൈ സ്റ്റിക്കിംഗ് വേരിയസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് സച്ച് ആസ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് പീസസ് ഓഫ് പേപ്പർ ഓർ ഫാബ്രിക് ക്ലോത്ത്. അതിനെന്താ പറയുക? സ്കൾപ്ചറാണോ, കാർട്ടൂണാണോ, കൊളാഷാണോ, കാരിക്കേച്ചറാണോ? കൊളാഷ് എന്നാണ് പറയുക. ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി നോട്ടീസ്ഡ് വൈ സിംഗിങ് എ സോങ് ഇൻ എ ഗ്രൂപ്പ്. എന്താണ്? മുദ്ര, സൗണ്ട് സിങ്ക്രണൈസേഷൻ, മൂവ്മെൻറ്റ്, ആക്ടിങ്. നമ്മൾ പാടുമ്പോൾ സൗണ്ട് സിങ്ക്രണൈസേഷനാണ് നോക്കുക. ഓക്കെ, ഗ്രൂപ്പിൽ പാടുമ്പോൾ എല്ലാവരും ഒരേപോലെ പാടാനാണ് ശ്രമിക്കുക. നെയിം ദ ആർട്ട് ഫോം ഇൻ വിച്ച് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം ഹീസ് ഫേമസ് ഫോർ. പെയിൻറ്റിങ്, ഡാൻസ്, സിനിമ, ആക്ടിങ്. എന്താണ്? ഡാൻസ് ആണ്. ഇനി imitation of sound is an art. Name the art that imitates the sound of the other. മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, ഡ്രാമ, മിമിക്രി. മിമിക്രിയാണ്, മറ്റുള്ളവരുടെ സൗണ്ട് അനുകരിക്കുന്ന മിമിക്രിയാണ്. ഐഡൻറ്റിഫൈ ദ ഫേമസ് ഇന്ത്യൻ പെയിൻറ്റർ ഫ്രം ദ നെയിംസ് ഗിവൺ ബിലോ. DK പട്ടമ്മ, MS സുബ്ബലക്ഷ്മി, TK പത്മിനി, സ്മിത പാട്ടിൽ. അപ്പോൾ TK പത്മിനിയാണ് പെയിൻറ്റർ. ഇനി അടുത്ത, ഫ്രം ദ മ്യൂസീഷ്യൻ ഇൻസ്ട്രുമെൻറ്റ് ഗിവൺ ബിലോ ഐഡൻറ്റിഫൈ ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ സെയിം ട്യൂൺ വിത്ത് എ സോങ്. ഏതാണ്? ഫ്ലൂട്ടാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കാം. വിച്ച് ആർ ദ 4 ഡിഫറെൻറ്റ് വേഷം ഇൻ കഥകളി. കഥകളിയിലെ ഡിഫറെൻറ്റ് വേഷംസ് ഏതൊക്കെയാണ്? പച്ച, റെപ്രസെൻറ്റിങ് ഹീറോയിക് ആൻഡ് നോബിൾ ക്യാരക്ടർ. പച്ച, ഗ്രീൻ എന്ന് പറയും. കത്തി, കത്തി എന്ന് പറയുന്നത് വില്ലന്മാർ. പച്ച എന്ന് പറഞ്ഞാൽ നായകന്മാർ. കത്തി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റീവ് വില്ലനിയസ് ആൻഡ് അഗ്രസീവ് ക്യാരക്ടർ. ഇനി താടി, താടി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റീവ് ഓൾഡർ വൈസ് ആൻഡ് ഡിഗ്നിഫിക്കേറ്റഡ് ഉണ്ട്. വയസ്സായ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് താടി. പിന്നെ കരി, റെപ്രസെൻറ്റ് ഈവിൾ ആൻഡ് ഡെമോണിക് ക്യാരക്ടർ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് പ്രോവർബ്സ്. സെലക്ട് എനി 2 വേർബ്സ് ദാറ്റ് ക്യാൻ ബി എനാക്റ്റഡ് ഇൻ യുവർ ക്ലാസ് റൂം. അപ്പോൾ പ്രോവർബ് എഴുതി അത് നിങ്ങളെ ക്ലാസ് റൂമിൽ എനാക്ട് ചെയ്യാനാണ്. ഇനി അടുത്തത്, പ്രിപ്പയർ റൈറ്റപ്പ് ഓൺ ഡാൻസ് പെർഫോംഡ് ആസ് എ ഗ്രൂപ്പ്. അപ്പോൾ ഡാൻസിൻ്റെ ഒരു റൈറ്റപ്പ് എഴുതാനാണ്. യു മൈറ്റ് ഹാവ് സീൻ പീപ്പിൾ യൂസിങ് എ ലോട്ട് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡ്യൂറിങ് ലോക്കൽ ഫെസ്റ്റിവൽ ആൻഡ് സെലിബ്രേഷൻ. മെൻഷൻ ദ നെയിംസ് ഓഫ് എനി 6 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഫെമിലിയർ ടു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഒന്ന് മൃദംഗം. മൃദംഗം ഈസ് എ ഡ്രം ലൈക്ക് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് കീപ്സ് ദ റിതം ഇൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. പിന്നെ നമുക്ക് വയലിൻ അറിയാം. ഈസ് എ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ആഡ്സ് എ സ്വീറ്റ് മെലഡി ടു ഇന്ത്യൻ മ്യൂസിക്. പിന്നെ ഫ്ലൂട്ട് ഈസ് എ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസ് ജെൻറ്റിൽ സൂത്തിങ് സൗണ്ട് ഇൻ ഇന്ത്യൻ ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് മ്യൂസിക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് ഷുഡ് ബി ഒബ്സർവ്ഡ് വൈൽ ഡ്രോയിങ് എ പിക്ചർ ഓഫ് നേച്ചർ. ഒരു നേച്ചറിൻ്റെ പിക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ പീരീഡ് ദ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിസിറ്റഡ് മനു ആൻഡ് ഹിസ് മദർ പ്രിപ്പയർ ലൈക്ലി കോൺവെർസേഷൻ. ഇപ്പോൾ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ലോക്ക്ഡൗൺ സമയത്ത് വന്നു. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരം. ഹായ്, ഹൗ ആർ യു മനു ഡൂയിങ് ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ. എങ്ങനെയുണ്ട് ലോക്ക്ഡൗൺ ഒക്കെ? വി ആർ ഫൈൻ, താങ്ക് യു, ജസ്റ്റ് സ്റ്റേയിങ് ഹോം ആൻഡ് ബീയിങ് കെയർഫുൾ. വീട്ടിൽ തന്നെ നിൽക്കുകയാണ്, ശ്രദ്ധയോടെ നിൽക്കുന്നുണ്ട്. ഗുഡ്. ഡു യു നീഡ് എനി ഹെൽപ്പ് വിത്ത് ഫുഡ് ഓർ മെഡിസിൻ? ഫുഡോ മെഡിസിൻ എന്താ വേണോ? നോ, വി ആർ ഓക്കെ ഫോർ നൗ, താങ്ക് യു ഫോർ ചെക്കിങ് ഓൺ അസ്. അപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല, എന്തായാലും വന്നതിന് നന്ദി. യു ആർ വെൽക്കം, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. അപ്പോൾ അഞ്ച് സെൻറ്റൻസ് മതി. ഇനി അടുത്ത്, ഡ്രോ എ പിക്ചർ ഓഫ് കോക്കനട്ട് ഫാം ബിസൈഡ് എ വാസ്റ്റ് പാഡി ഫീൽഡ് ഇൻക്ലൂഡ് ഓൾ ദ ഡിസ്റ്റൻറ്റ് സീൻ. അപ്പോൾ ഒരു നല്ല പ്രകൃതി രമണീയമായ ഒരു ചിത്രം വരയ്ക്കാനാണ്. ഇനി പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് മൃദംഗം, വയലിൻ, ഫ്ലൂട്ട്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, മൃദംഗം, വയലിൻ, ഫ്ലൂട്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വർക്ക് എഡ്യൂക്കേഷനാണ്. നെയിം ദ ഫ്രൂട്ട് വിച്ച് ഈസ് റിച്ച് ഇൻ വാട്ടർ. വെള്ളം ധാരാളം ഇതാ വാട്ടർ മെലൺ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓർഗാനിക് മാനർ. ഓർഗാനിക് മാനർ അല്ലാത്ത ഗൗഡങ്, വെർമിക്കോമ്പോസ്റ്റ്, നീംകേക്ക്, യൂറിയ ആണ് ഓർഗാനിക് അല്ലാത്തത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്ലീനിങ് എക്വിപ്മെൻറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് മെറ്റൽ. മെറ്റലിൽ നിന്ന് എടുത്ത ക്ലീനിങ് എക്വിപ്മെൻറ്റ് ഏതാണ്? ഡസ്റ്റർ ആണോ, ബ്രൂമാണോ, ഡസ്റ്റ് ബിൻ ആണോ, ഡസ്റ്റിംഗ് ബ്രഷ് ആണോ?
ഡസ്റ്റ് മെയ്ഡ് വിച്ച് അമംഗ് ദ ഫോളോയിങ് മെയ്ഡ് ഡസ്റ്റ് ബാൻ എഴുതല്ലേ. ഇനി the development of roots on a stem while the stem is still attached to the parent plant. This process is named budding, layering, grafting, tissue culture. Layering ആണ്. Identify the paint used to design a marble style greeting card. Fabric paint, enamel paint, watercolor, oil paint. Watercolor. Okay. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് 4 മെഡിസിനൽ പ്ലാന്റ്സ്. ഔഷധ ചെടികൾ തുളസി, നീമ, അലോവേര, ടെർമറിക്. ഓക്കെ. വാട്ട് ആർ ദ എസെൻഷ്യൽ മെറ്റീരിയൽ റിക്വയർഡ് ടു മേക്ക് ഓഫീസ് എൻവലപ്പ്. എൻവലപ്പ് ഉണ്ടാകാൻ പേപ്പർ വേണം, ഗ്ലൂ വേണം, സിസേഴ്സ് വേണം, റൂളർ വേണം, പെൻസിൽ വേണം. ഓക്കെ. ഇനി അടുത്ത മാച്ച് ദ ഫോളോയിങ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് കെമിക്കൽ ഫെർട്ടിലൈസർ? ഫാക്ടം ഫോസ് അല്ലേ. ഇനി മെഡിസിനൽ പ്ലാന്റ് ഏതാണ് ഇതിൽ? മുക്കുറ്റി അല്ല മുക്കുറ്റി. ബഡ്ഡിങ് റോസ്, വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഗൂസ്ബെറി. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ദാറ്റ് ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഹിബിസ്കസ് സ്ക്വാഷ്? ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഇട്ട് പറയട്ടെ, പ്രത്യേകിച്ച് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, അതുകൊണ്ടാണ്. 1 കപ്പ് ഡ്രൈഡ് ഹിബിസ്കസ് ഫ്ലവർ. അപ്പോൾ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ഫ്ലവർ വേണം, വാട്ടർ വേണം, ഷുഗർ വേണം, സോൾട്ട് വേണം, ജിഞ്ചർ വേണം, ലെമൺ വേണമെങ്കിൽ എടുക്കാം. ഇനി ഓർഗാനിക് മാനർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കോമ്പോസ്റ്റ്, കൗഡങ്ങ്, വെർമിങ് കോമ്പോസ്റ്റ്, ഗ്രീൻ മാനർ, നീം കേക്ക്, ബോൺ മീൽ, ഇതൊക്കെ ഓർഗാനിക് മാനറാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു കൺസ്ട്രക്ട് എ മെഡിസിനൽ ഹെർബൽ ഗാർഡൻ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്. നിങ്ങളുടെ സ്കൂൾ സറൗണ്ടിങ് ഹെർബൽ ഗാർഡൻ ഉണ്ടാകണം. അതിനെന്തൊക്കെ സ്റ്റെപ്പ് വേണമെന്ന് എഴുതാം. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഇൻസിസ്റ്റിംഗ് ദ യൂസ് ഓഫ് പേപ്പേഴ്സ് ടു മേക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് റാദർ ദാൻ പ്ലാസ്റ്റിക് ഇൻ സ്കൂൾ. പ്ലാസ്റ്റിക്കിന് പകരം പേപ്പർ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ. ഇപ്പോൾ നമ്മൾ ഹെർബൽ ഗാർഡൻ സെറ്റ് ചെയ്യാണ്. ചൂസ് എ ലൊക്കേഷൻ വിത്ത് അഡിക്കേറ്റ് സൺലൈറ്റ് ആൻഡ് വാട്ടർ. നമ്മളൊരു ലൊക്കേഷന് നല്ല സൂര്യപ്രകാശവും വെള്ളമുള്ള ഇതെല്ലാം നമ്മൾ ചൂസ് ചെയ്യണം. സെലക്ട് എ വെറൈറ്റി ഓഫ് മെഡിസിനൽ ഹെബ്സ് ഒക്കെ സെലക്ട് ചെയ്യണം. തുളസി, നീം, അലോവേര അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പ്രിപ്പയർ സോയിൽ വിത്ത് ഓർഗാനിക് മാനർ ആൻഡ് കമ്പോസ്റ്റ്. സോയിൽ നമ്മൾ എടുക്കുക. പിന്നെ പ്ലാന്റ് ഹെബ്സ് ഇൻ സെപ്പറേറ്റ് ബെഡ്സ് ഓർ കണ്ടെയ്നേഴ്സിൽ നമ്മൾ ഹെബ്സ് പ്ലാന്റ് ചെയ്യുക. വാട്ടർ ആൻഡ് മെയിൻറ്റെയിൻ ദ ഗാർഡൻ റെഗുലർലി. നമ്മൾ വാട്ടർ ചെയ്യണം. ലേബൽ ഈച്ച് ഹെബ് വിത്ത് ഇറ്റ്സ് നെയിം ആൻഡ് മെഡിസിനൽ യൂസ്. ഓരോന്നിനും ലേബൽ ചെയ്യുക. ക്രിയേറ്റ് എ പാത്ത് വേ ഫോർ ഈസി ആക്സസ്. നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോകാനൊക്കെ ഒരു പാത്ത് വേ ഉണ്ടാക്കാം. എസ്റ്റാബ്ലിഷ് എ റൂട്ടിംഗ് ഫോർ ഹാർവെസ്റ്റിംഗ് ആൻഡ് യൂസിങ് ദ ഹെബ്സ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, റീസൺ ഫോർ യൂസിങ് പേപ്പർ ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന് പകരം നമ്മൾ പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്നാമത് എക്കോ ഫ്രണ്ട്ലി ആണ്, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. പേപ്പർ ഈസ് ബയോഡിഗ്രേഡബിൾ വാൾ പ്ലാസ്റ്റിക് ഹാംസ് ദ. പേപ്പർ നമുക്ക് പിന്നെയും അതിനെ റീയൂസ് ചെയ്യുക, അതിനെ റീസൈക്കിൾ ചെയ്യുക. പക്ഷെ പ്ലാസ്റ്റിക് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഹാംഫുള്ളാണ്. സസ്റ്റൈനബിലിറ്റി. പേപ്പർ റീസൈക്കിൾഡ്, റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് കൺസേവിങ് ഹെൽത്ത് ബെനിഫിറ്റ്. പേപ്പർ പ്രോഡക്ട്സ് ഒക്കെ നോൺ ടോക്സിക് ആണ്. ഓക്കെ. അൺലൈക്ക് പ്ലാസ്റ്റിക്. ഇൻ എഡ്യൂക്കേഷണൽ വാല്യൂ, യൂസിങ് പേപ്പർ പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി, റിസോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 പോയിൻറ്റ്സ് ഒക്കെ എഴുതിയാൽ മതി. 3 മാർക്കിനാണ്. അപ്പം 3 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു.